ഹലോ, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് തന്നെ കുതിപ്പേറാൻ സാധിക്കുന്ന 3 റീസൺസ് ആണ് പറയാൻ പോകുന്നത്. എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, സ്റ്റേബിൾ ഗവൺമെന്റ് എല്ലാമായി, ബഡ്ജറ്റ് വരാൻ പോണു. ഇതുകൂടാതെ 3 റീസൺ, അടിപൊളി 3 റീസൺ കൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ 77,000 നിന്നും ഇനി 82,000 1 ലക്ഷത്തിലേക്കൊക്കെ കുതിക്കാൻ പോവുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഉതകുന്ന തരത്തിലുള്ള 3 റീസൺസ് ആണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 റീസൺ ഒരുമിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റീസണും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഓരോ റീസൺസും ഓരോ വീഡിയോയിലുമായിട്ട് പറയാം, അത് മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ റീസൺ എന്താണെന്നുള്ളത് കേൾക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം അയച്ചു കൊടുക്കണം. എല്ലാവരും കണ്ടിട്ട് അറിയട്ടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഇന്ത്യൻ എക്കോണമിക്ക് തന്നെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അടിപൊളി കുതിപ്പിന് കാരണമായേക്കാവുന്ന 3 റീസൺസിൽ ആദ്യത്തെ റീസൺ ആണ് ഇൻസ്റ്റാ സെറ്റിൽമെന്റ്. എന്തായിരിക്കും ഇൻസ്റ്റാ സെറ്റിൽമെന്റ്? അതായത് സെറ്റിൽമെന്റ് സിസ്റ്റത്തെ കുറിച്ച് അറിയാലോ. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സെറ്റിൽമെന്റ് സിസ്റ്റം, അതായത് T+1. എന്താണ് T+1? ട്രേഡ് ഡേ പ്ലസ് 1 ഡേ. കറക്റ്റ്. ഭൂരിഭാഗം സ്റ്റോക്സുകളും ഇപ്പോൾ T+1 ഡേ എന്നുള്ള സെറ്റിൽമെന്റ് സിസ്റ്റത്തിലാണ് ഉള്ളത്, അല്ലേ? കുറച്ച് സ്റ്റോക്സുകൾ മാത്രം T+0 എന്ന സെറ്റിൽമെന്റ് സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാം. ടി എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡേ, T+1 എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡേ പ്ലസ് 1 ഡേ. ക്ലിയർ ആയോ? അപ്പോൾ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്താനുള്ള സമയം എന്ന് പറയുന്നത് ട്രേഡ് ഡേ പ്ലസ് 1 ഡേ ആണ്. ഇന്ന് വാങ്ങിച്ച് നാളെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തും. മറ്റൊന്ന് അത് വിസിബിൾ ആവും. ആ സമയത്ത് നമുക്ക് സെല് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. റെസിഡന്റിന്റെ കാര്യത്തിൽ അത് വ്യത്യാസമാണ്. റെസിഡന്റ് കാര്യത്തിൽ ഇന്ന് വാങ്ങിച്ച് ഇന്ന് തന്നെ സെല് ചെയ്യാം, ഇന്ന് വാങ്ങിച്ച് നാളെ വേണമെങ്കിൽ സെല് ചെയ്യാം, ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സെല് ചെയ്യാം. അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുന്ന സമയമാണ് ഞാൻ പറഞ്ഞത് T+1 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? NRIക്ക് അങ്ങനെയല്ല. ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തിയതിന് ശേഷം മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. ഒന്ന് ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് സെറ്റിൽമെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ്. ട്രേഡ് ഡേ പ്ലസ് 1 ഡേ. അപ്പോൾ നാളെ സ്റ്റോക്ക് എത്തി, മറ്റന്ന് അക്കൗണ്ടിൽ വിസിബിൾ ആവും, എന്നിട്ട് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ നേരെ തിരിച്ചും സെല് ചെയ്യുമ്പോൾ, സ്റ്റോക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നത് 1 ദിവസം എടുക്കും, അല്ലേ? പിറ്റേ ദിവസം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് T+1 എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ വരുത്തിയിട്ട് T+0 ആക്കി മാറ്റി, അല്ലേ? ഇത് തുടങ്ങിയത് T+5, T+3, T+2 അങ്ങനെ വന്ന് ഘട്ടം ഘട്ടമായിട്ട് സെബി ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. T+0ലാണ് ഇപ്പോൾ കുറേ സ്റ്റോക്സുകളുള്ളത്. T+0 എന്ന് പറഞ്ഞാൽ ഉച്ചവരെ 1 മണി വരെയൊക്കെയുള്ള ബൈ ട്രേഡുകൾ, ഡെലിവറി ട്രേഡുകളെല്ലാം സെയിം ഡീലിൽ തന്നെ സെറ്റിൽ ആവും. ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും സെറ്റിൽ ആവും. അതാണ് T+0 എന്ന് പറഞ്ഞാൽ. ഘട്ടം ഘട്ടമായിട്ട് ഈ വർഷത്തിൽ നിന്ന് എല്ലാ സ്റ്റോക്കുകളും ഈ T+0 സിസ്റ്റത്തിലേക്ക് വരും. അത് കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് സെബി പ്ലാൻ ചെയ്യുന്നത്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ഇൻസ്റ്റാ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത്. എന്താ ഇൻസ്റ്റാ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തും. അതേപോലെ ഷെയർസ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് അക്കൗണ്ടിലേക്ക് എത്തും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാർക്കറ്റ് ലിക്വിഡിറ്റി കൂട്ടുന്ന ഒരു സംഭവമാണ് T+0. മാത്രമല്ല ഇൻസ്റ്റാ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മാറുകയും ചെയ്യും. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാനുള്ള കഴിവ്. അതാണ് ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ കുതിപ്പേറുന്ന ഒരു സംഭവമല്ലേ? അല്ലേ? കാരണം എന്താ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ ഡിലേ ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്കുകൾ വാങ്ങിക്കാനും വിൽക്കാനും പറ്റും. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. വളരെ അട്രാക്റ്റീവ് ആകുമ്പോൾ ക്യാഷ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. NRI സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. എന്തായിരിക്കും? NRI സംബന്ധിച്ചിടത്തോളം അവർ വിറ്റാൽ ഉടൻ തന്നെ അടുത്ത സ്റ്റോക്കുകൾ വാങ്ങിക്കുകയും ചെയ്യാം. ഇപ്പം കാത്തിരിപ്പാണ്, ഇല്ലേ? 1 ദിവസം 2 ദിവസം 3 ദിവസം കാത്തിരുന്നിട്ടാണ് അടുത്ത സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ, കറക്റ്റ് അല്ലേ? പക്ഷെ അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ, ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എത്തിക്കും. അപ്പോൾ റെസിഡന്റിനെ പോലെ തന്നെ NRIസിനും മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുകയും ഇതൊരു വളരെയധികം ഒരു കുതിപ്പിന് കാരണമായി തീരുകയും ചെയ്യും.
എങ്ങനെയുണ്ട് ഇൻസ്റ്റാ സെറ്റിൽമെന്റ്? കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് നേർന്നുകൊണ്ട് താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.